എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഴയ ഒരു CPU കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുതിയൊരു M.2 SSD സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ HDMI ഔട്ടുള്ള H61 ബോർഡിൽ എൻ്റെ പഴയ Intel i3 സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സർ ആഡ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സിസ്റ്റം നിങ്ങൾക്ക് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. Intel i3 സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സർ, അതുപോലെ തന്നെ 8 GB റാം, 256 GB SATA SSD, 18.5 ഇഞ്ച് മോണിറ്റർ LED HDMI മോണിറ്റർ, അതുപോലെ തന്നെ CPU വന്നിട്ട് ക്യാബിനറ്റ് വന്നിട്ട് സെബ്സ്റ്റാറിൻ്റെയാണ്, മോണിറ്റർ സെബ്സ്റ്റാർ, അതുപോലെ കീബോർഡ് മൗസ് ഡെല്ല്. ഇത് വന്നിട്ട് വെറും 12,500 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ഇൻഫർമേഷൻ തരാനാണ്. അതുപോലെ കോമ്പോണൻറ്റ്സ് മാത്രമാണ് വേണ്ടിയതെങ്കിലും റീസണബിൾ പ്രൈസിൽ, കോട്ടയത്താണെങ്കിൽ നമ്മൾ ഓൺ സൈറ്റിൽ ഇൻസ്റ്റാളേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോട്ടയത്തിന് പുറത്താണെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വാറണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോണിറ്റർ 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്, അതുപോലെ കീബോർഡ് മൗസ് ഡെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ 3 ഇയർ വാറണ്ടിയാണ്. മദർബോർഡ് വന്നിട്ട് 3 ഇയർ ആണ് വാറണ്ടി, റാം 3 ഇയർ ആണ് വാറണ്ടി വരുന്നത്, അതുപോലെ SSD വന്നിട്ട് 3 ഇയർ ആണ് വാറണ്ടി വരുന്നത്. പിന്നെ പ്രോസസ്സർ റീഫാബ്രിഷ്ഡ് പ്രോസസ്സറാണ് സെക്കൻഡ് ജനറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനും 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ പുത്തൻ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് 12th ജനറേഷൻ പ്രോസസ്സറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിനും 1 ഇയറേ വാറണ്ടി ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഒരുവിധപ്പെട്ട ഓഫീസ് യൂസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും വളരെ ഉപകാരപ്പെട്ടതാണ്. നേരെ മറിച്ച് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID കാർഡ് കൂടെ കാണിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് നമ്മൾ ഓഫറിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഡെസ്ക്ടോപ്പുകൾ, ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, അതുപോലെ അഡീഷണൽ പെരിഫറൽസ് എല്ലാം തന്നെ റീസണബിൾ പ്രൈസിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ച് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതിനെക്കുറിച്ച് അതൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇത് പവർ എക്സിൻ്റെ H61 ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രോസസ്സർ പഴയ പ്രോസസ്സറാണ്, എൻ്റെ പഴയ മെഷീനാണ് ഇപ്പം നമ്മൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പാക്ക് തുറക്കുമ്പോൾ അതിനകത്തൊരു സാറ്റ കേബിൾ ഉണ്ടാവും. പിന്നെ ക്യാബിനറ്റിൻ്റെ ഒരു ബാക്ക് പാനൽ തകിടിൻ്റെ ആണ്. പിന്നെ ഡ്രൈവർ CD, അതിൻ്റെ കാറ്റലോഗ്, കേബിളുകൾ കണക്ട് ചെയ്യേണ്ടതും ഡീറ്റെയിൽസും ഏതൊക്കെയാണ് ചിപ്പ് എന്നുള്ളതും പറയുന്നത്. പിന്നെ നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ബോർഡ് സീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു കവർ തന്നെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ബാക്കിലൊരു റാപ്പുണ്ട്. ആ റാപ്പ് നമ്മൾ പതുക്കെ ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അത് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാനത് സൂക്ഷിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ബോർഡ് ആ കവറിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് പ്രോസസ്സറിൻ്റെ അവിടെ ഒരു ഡമ്മി പ്രോസസ്സർ വെച്ചിട്ടുണ്ട്, അത് പ്ലാസ്റ്റിക്കിൻ്റെ. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ലെഗ് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ, അപ്പോൾ അതിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണ് അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോർഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M.2 NVMe സപ്പോർട്ട് ചെയ്യുന്ന ബോർഡാണ്. അതുപോലെ തന്നെ HDMI ഔട്ടും ഉണ്ട്. ജനറേഷൻ ഓൾഡാണെന്ന് പറഞ്ഞാലും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ് ഇപ്പം വരുന്നതെല്ലാം തന്നെ, അത് ഏതായാലും. അപ്പം അതിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ പഴയ സെക്കൻഡ് ജനറേഷൻ i3 പ്രോസസ്സർ, ഇത് ഞാൻ വാങ്ങിച്ചത് 2009 വാങ്ങിച്ച ഒരു 2013 വാങ്ങിച്ച ഒരു CPUവിൻ്റെ പ്രോസസ്സറാണ്. അത് ജസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തു. ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കണം, കാരണം ഇത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സറിനെയും ബോർഡിനെയും എഫക്റ്റ് ചെയ്യും. ഇപ്പം കറക്റ്റാണോ എന്ന് നോക്കിയ ശേഷം നമുക്ക് ആ ഹാച്ച് ക്ലോസ് ചെയ്ത് അതിൻ്റെ ലോക്ക് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി നമ്മൾ ഈ അടുത്ത കാലത്തെങ്ങും ഓപ്പൺ ആക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ റാം ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അപ്പം റാം ഓൾറെഡി തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റാമാണ്. ഇപ്പം ഇത് മാറ്റാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോർഡിൻ്റെ ഡിസ്പ്ലേ IC കംപ്ലൈൻ്റ് ആയി.
അപ്പോൾ അതുകൊണ്ടാണ് മാറ്റുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 4 GB DDR3 RAM ആണ്. കാരണം ഇപ്പം എനിക്ക് അതിനുള്ള യൂസേ ഡെസ്ക്ടോപ്പിന് വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ആ റാം തന്നെ ജസ്റ്റ് അങ്ങോട്ട് പ്ലേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡും ചെയ്യാം. ഒരു 16 GB വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ബോർഡാണ്. ഇനിയിപ്പോൾ നമുക്ക് ഹീറ്റ് സിങ്ക് ആണ് വെക്കേണ്ടത്. അപ്പം ഹീറ്റ് സിങ്ക് ഫാന് CPU ഫാന് വെക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് നോക്കുക. അത് ഓക്കെ ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ CPU ഫാനിൻ്റെ പ്ലഗ് കണക്ട് ചെയ്യാവുന്ന ആ ഒരു പോയിൻറ്റും അടുത്ത് തന്നെയാണോ എന്നൊക്കെ നോക്കി പൊസിഷനൊക്കെ നോക്കിയതിന് ശേഷം വേണം തെർമൽ പേസ്റ്റൊക്കെ നമ്മളതിലേക്ക് എന്താ പറയുക അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ തെർമൽ പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും മാറ്റിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ പോകണം. ഇനി അത് ഇൻ കേസ് CPU പോർട്ടിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് പിന്നെയും കൂടുതൽ എഫക്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഈ സിറിഞ്ച് ടൈപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു 35 റുപ്പീസിൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. അപ്പം ഇത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു തുമ്പ് കൊണ്ട് തന്നെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്തു. ഇനി കറക്റ്റായിട്ട് CPU ഫാന് ഹീറ്റ് സിങ്ക് കൂടിയുള്ള ആ ഒരു പോർഷൻ നമ്മളങ്ങോട്ട് വെക്കുകയാണ്. ഇത് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് സിങ്കും പ്രോസസ്സറും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ് തെർമൽ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആ ലോക്കെല്ലാം നമ്മൾ പ്രോപ്പറായി തന്നെ ചെക്ക് ചെയ്ത് 2-3 വട്ടം ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്ലേസ് ചെയ്യുന്നൊക്കെ സമയത്തിൽ ഇത് ഇളകി പോകാനും ആ പേസ്റ്റ് മറ്റുള്ള കോമ്പോണൻസിൽ പറ്റാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് ഇൻ കേസ് റാമിൻ്റെ ഒക്കെ ഇടയ്ക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാന് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ റാം പ്ലേസ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSD ആഡ് ചെയ്യണം. M.2 SSD ആണ്. ഇതിൽ ഞാൻ 128 GB ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ജസ്റ്റ് C ഡ്രൈവിന് വേണ്ടി മാത്രം ഉള്ളൊരു SSD ആണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ അഡീഷണൽ നമ്മളൊരു പവർ കൊടുക്കുകയോ ഒന്നും വേണ്ട. ഇത് ഓൺ ബോർഡായിട്ട് തന്നെ ഇരുന്നോളും. അപ്പം ഇതിനെ അതിൻ്റേതായ പോർട്ടിൽ തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. കണ്ടില്ലേ, വളരെ തിന്നാണ്. സാറ്റ SSDനെ കഴിഞ്ഞും വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് പവർ കൺസപ്ഷൻ വരുന്നില്ല. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബോർഡിന് യാതൊരു കംപ്ലൈൻറ്റും വരത്തില്ല. അഡീഷണൽ കണ്ടില്ലേ, M.2 സപ്പോർട്ട് ചെയ്യുന്നൊരു പോർട്ട് തന്നെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ സ്ക്രൂ റിമൂവ് ചെയ്ത ശേഷം ജസ്റ്റ് അങ്ങോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ M.2വിൻ്റെ തന്നെ പല വെർഷന് സപ്പോർട്ട് ചെയ്യും. വളരെ മൈക്രോയും അതിനെ കഴിഞ്ഞും ഇച്ചിരി വലുതും പിന്നെ അതേപോലെ ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു സൈസിലുള്ള M.2 നമുക്ക് ഈ ബോർഡിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓൾറെഡി വരുന്ന ബോർഡുകളിൽ തന്നെ ഇപ്പം വരുന്ന എല്ലാം പഴയ ജനറേഷൻ ബോർഡാണെന്ന് പറഞ്ഞാലും അതിൽ പുതിയ കോമ്പോണൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് അവരിപ്പോൾ ഇറക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിന് ഒരു എന്താ പറയുക ഇണങ്ങുന്ന തരത്തിലേക്ക്, അതായത് ഇപ്പം ഒരു ഓഫീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരൊന്നും ഇപ്പം പുതിയ എന്താ പറയുക ഇപ്പം വന്നിരിക്കുന്ന 12th ജനറേഷൻ പ്രോസസ്സറുകളാണ്. അപ്പോൾ അതൊന്നും ആരും അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. അപ്പം ഓഫീസിലേക്ക് ഒരു i3 മെഷീൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും റീഫാബ്രിഷ്ഡ് i3 മെഷീനെ വാങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർക്ക് SSD ഇടേണ്ടി വരും. അതുപോലെ തന്നെ HDMI ഔട്ടൊക്കെ കിട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളത് പരിഗണിച്ചാണ് ബോർഡുകളെല്ലാം കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മളത് ഫിക്സ് ചെയ്ത ശേഷം ജസ്റ്റ് ആ സ്ക്രൂ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സാറ്റ SSDനെ കഴിഞ്ഞും കുറച്ചും കൂടെ എന്താ പറയുക സ്പീഡ് കൂടുതൽ വരുന്ന ഓൺ ബോർഡ് M.2 SSD ആണ് M.2 NVMe. ഇപ്പോൾ ഇതിനെ നമുക്ക് CPU-യിലേക്ക് പ്ലേസ് ചെയ്യാം. CPU-യിൽ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ബാക്ക് പാനൽ ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യമേ പ്ലേസ് ചെയ്തു. അതിനുശേഷം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു സ്ക്രൂവിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്, അത് ആദ്യമേ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ആ സ്ക്രൂ എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യുക. ജസ്റ്റ് 4 സ്ക്രൂവേ വരുന്നുള്ളൂ. അത് 4ഉം കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക. ഇൻ കേസ് സ്ക്രൂ എന്തെങ്കിലും നമ്മൾ ക്യാബിനിൽ വീണിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയ ശേഷം മാത്രമേ പവർ ഓൺ ചെയ്യാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ CPU ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ഇതെങ്ങാനും ബോർഡിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ ബോർഡ് ഷോർട്ടായി ഡിഫക്റ്റ് ആകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന SSDയും ബോർഡും തന്നെ 3 വർഷം വാറണ്ടി ഉള്ളതാണ്.
ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സർവീസ് അല്ലെങ്കിൽ റീപ്ലേസ് നമുക്ക് കിട്ടും. അത് കമ്പനി ഗ്യാരണ്ടി ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ക്രൂകളും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ട് എന്താ പറയുക, പവർ LED കണക്ഷൻ കൊടുത്തു. ഇതിപ്പോൾ ഓരോ ബോർഡിനും വ്യത്യാസമായിരിക്കും. അത് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചിരുന്നില്ല. ആ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും. സിമ്പിളായിട്ട് അവർ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഹാർഡ് ഡിസ്കിൻ്റെ ഇൻഡിക്കേഷൻ LED പോസിറ്റീവ്, അത് കഴിഞ്ഞ് നെഗറ്റീവ് കണക്ട് ചെയ്ത് കൊടുക്കണം. അത് രണ്ടും രണ്ടായിട്ടാണ് വരുന്നത് എല്ലാ ഒരു ക്യാബിനറ്റിലും. ഇനി നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് റീസ്റ്റാർട്ട് പവർ സ്വിച്ചും അതുപോലെ തന്നെ റീസ്റ്റാർട്ട് സ്വിച്ചുമാണ്. നമുക്ക് പവർ സ്വിച്ച് പ്ലേസ് ചെയ്യാം. പവർ സ്വിച്ചിൻ്റെ കോഡ്, അപ്പോൾ ഇത് വളരെ തിന്നായിട്ട് വരുന്ന ലെഗുകളായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഫീമെയിൽ പോർട്ട് ആഡ് ചെയ്യുമ്പം സൂക്ഷിച്ച് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ലെഗ് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഇനി റീസ്റ്റാർട്ട് ബട്ടൻ്റെയാണ്. റീസ്റ്റാർട്ട് ബട്ടണും അതേ പോർട്ടിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളൊരു പുതിയ CPU അസംബിൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് പവറാണ്, SMPSൻ്റെ കണക്ഷനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 18 പിൻ കൊടുത്തു. അത് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഒടിഞ്ഞു പോകും. അപ്പം അത്യാവശ്യം ഒരു വെയിറ്റിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 12 വോൾട്ട് DC. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ 12 വോൾട്ട് DC കൊടുത്തുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് ജസ്റ്റ് ബൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം വേറെ ഇനി ഹാർഡ് ഡിസ്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അഡീഷണൽ ആയിട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.